ഇല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളിത് സംബന്ധിച്ച് എല്ലാ വിശദീകരണങ്ങളും നടത്തിയിരുന്നു. ആദ്യം നമുക്ക് 10 പേരുടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട ബോഡികൾ കിട്ടിയിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 29ഓളം പാർട്സുകളാണ്. ആ പാർട്സുകൾ ഇപ്പോൾ DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊബൈൽ ലാബറട്ടറി തന്നെ ഇന്നലെ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് വന്നിരുന്നു. ഒരു ത്വരിതഗതിയിൽ തന്നെ DNA ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നലത്തെ തെരച്ചിലിൽ ഒരു പുരുഷൻ്റെ തല കിട്ടുകയുണ്ടായി. ആ തല പൊതുവിൽ കണ്ടപ്പോൾ ഫോറൻസിക് സർജനും ബന്ധപ്പെട്ടവരൊക്കെ നോക്കി പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഉത്സവ കമ്മിറ്റിയൊക്കെയായി ബന്ധപ്പെട്ട് കാണാതായിരുന്ന ഒരു സുഹൃത്തിൻ്റെതാണ്, ഗിരീഷിൻ്റെതാണ് എന്ന രൂപത്തിലേക്ക് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടത് ഫോറൻസിക്കുകാരാണ്. ഇന്നതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ചുകൊണ്ടും DNA ടെസ്റ്റ് വെച്ചുകൊണ്ടും അത് സ്ഥിരീകരിക്കും. അതാണ് ഇന്നലെ ഏറ്റവും അവസാനമായി കിട്ടിയ ബോഡിയുടെ ഭാഗം. പിന്നെ ഇന്നും തെരച്ചിലുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ പോലീസിൻ്റെ ഒരു 150ഓളം ആളുകൾ പരിശോധനയുടെ രംഗത്തുണ്ട്. കഡാവർ ഡോഗുണ്ട്, ഫോറൻസിക്കുകാരുണ്ട്, അതുപോലെ ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, സന്നദ്ധ സേനാംഗങ്ങളുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ള തുടരന്വേഷണവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ നടന്നുകൊണ്ടിരുന്ന ആ പരിശോധനയിലാണ് ഈ പുരുഷൻ്റെ തല നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അത് അപ്പോൾ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജറി വിഭാഗത്തിലേക്ക് മാറ്റി അവർ പരിശോധിച്ചപ്പോഴാണ് ഞാൻ ഈ സൂചിപ്പിച്ച ഗിരീഷിൻ്റെതാണ് എന്ന രൂപത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത്. അപ്പോൾ ഇനി DNA ടെസ്റ്റിൻ്റെ ഫലം കിട്ടിയതിന് ശേഷമായിരിക്കും. 4 പേര് നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ മിസ്സിങ്ങിൽ ഈ പറയുന്ന 29 പാർട്സുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അത് ആരൊക്കെയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്ന ഈ DNA ടെസ്റ്റ് കിട്ടിയതിന് ശേഷമായിരിക്കും. അതിനാവശ്യമായ പരിശോധനകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവൺമെൻറ്റിനോട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ അവർ നേരെ മൊബൈൽ ലാബറട്ടറി തന്നെ ഇന്നലെ അയച്ചതെന്ന് അവിടെ നമുക്ക് കുറേ കൂടെ സൗകര്യപ്രദമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥിതിവിശേഷം എന്നുള്ളതാണ് പറയാനുള്ളത്. മൊത്തത്തിൽ ഇനി 4 പേരുടെ കാര്യത്തിൽ മാത്രമേ വ്യക്തത വരാനുള്ളൂ. അതെ, വ്യക്തത വരാനുള്ളൂ. ഇപ്പം മിസ്സിംഗ് ആയിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മുടെ അവസാനത്തെ കണക്കനുസരിച്ച് 38 പേരെയാണ് നമ്മൾ ഏതാണ്ട് ആദ്യഘട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്ന സംശയം. ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് 41 പേർക്ക് ഉച്ചഭക്ഷണം വാങ്ങി എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിൽ പിന്നെ ചില ആളുകൾ ഭക്ഷണം കഴിക്കാതെ പോയി എന്നുള്ള വിവരം പിന്നീട് കിട്ടി. പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ചില ആളുകളെ ഞങ്ങൾ കണ്ടിരുന്നു. അതിൽ 2-3 സ്ത്രീകളുണ്ട്. ആ സഹോദരിമാർ പറഞ്ഞ വിവരങ്ങളും അതോടൊപ്പം തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹം പറഞ്ഞ വിവരങ്ങളും ഒപ്പം ഇവിടെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ല രൂപത്തിൽ ഇടപെട്ട ചില ആളുകളുണ്ട്. അവർ ആശുപത്രി കിടക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വിവരങ്ങളും എല്ലാം വെച്ച് പോലീസിൻ്റെ പരിശോധനയിലും ഒപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധനയിലെല്ലാം ഏറ്റവും അവസാനം ചെന്നെത്തിയിട്ടുള്ളത് 38 പേരാണ് പൊതുവിൽ കാണേണ്ടത് എന്നാണ്. കാരണം ഇവരെ എത്ര പേരുണ്ടായിരുന്നു എന്നെല്ലാം രേഖപ്പെടുത്തുന്ന അവിടുത്തെ എല്ലാ അവരുടെ രേഖകളും കത്തിപ്പോയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ രേഖകൾ നോക്കിയിട്ട് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുത്തുകൊണ്ടും അവർ പറയുന്ന വെച്ചും കാണാതായവരുടെ ലിസ്റ്റ് പരിശോധിച്ചുമാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക. ആ പരിശോധനയിൽ ഇപ്പം ദേവസ്വത്തിൻ്റെ സംഘാടകരിൽ തന്നെ 3-4 പേർ ഇതിനകത്ത് അകപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതിൽ ഒരാളാണ് നമ്മളിപ്പോൾ ഈ സൂചിപ്പിക്കപ്പെട്ട ആൾ. ഇനി അതിൻ്റെ ലൈസൻസ് എന്ന് പറയുന്ന ആൾ സതീഷ്, അദ്ദേഹം വെന്റിലേറ്ററിലാണ്. അത് ഏതാണ്ട് എബവ് 90 അദ്ദേഹത്തിൻ്റെ പൊള്ളലിൻ്റെ പെർസെൻറ്റേജ്. അങ്ങനെയുള്ള വിഷയങ്ങളും ആ കാര്യത്തിലുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് വെന്റിലേറ്ററിൽ കഴിയുന്ന ആളും ഉൾപ്പെടെ ബേൺ ICയിൽ കഴിയുന്ന ആളുമുണ്ട്. അതുൾപ്പെടെ ഒരു 3-4 പേരാണ് നമുക്ക് വിഷമകരമായ സാഹചര്യം നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോഴും നിൽക്കുന്ന സ്ഥിതിവിശേഷം. നല്ല പരിചരണം ഉറപ്പാക്കി കോട്ടയം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ഈ മെഡിക്കൽ കോളേജിൽ നിന്നെല്ലാം വിദഗ്ധ സംഘം വന്നതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേകമായി പ്ലാസ്റ്റിക് സർജറി വിഭാഗം എത്തിയിരുന്നു. ഇവരെല്ലാം ചേർന്ന് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലെയും ഉന്നത ടീം തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജാണെങ്കിൽ ഏറ്റവും മാതൃകാപരമായി മാസ് കാഷ്വാലിറ്റി കൈകാര്യം ചെയ്യുന്ന രീതി വന്നിരുന്നു. അവിടുത്തെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ രാത്രി സമയങ്ങൾ പോലും പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായ സാഹചര്യം കണ്ടു. അങ്ങനെ ഏറ്റവും നല്ല പരിചരണം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോഴും ആശുപത്രി കഴിയുന്നവരെ സംബന്ധിച്ചോളം അവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അവരെല്ലാം ഞങ്ങൾ പോയി ആശുപത്രി കാണുകയും അതോടൊപ്പം തന്നെ മറ്റ് പരിചരണം ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അവരുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും ഒരുക്കുകയും ഏതെല്ലാം മരുന്നുകൾ വാങ്ങണോ അതെല്ലാം വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും ഉറപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ശ്രമങ്ങളും
യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആശുപത്രിയിൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ചെറിയ പരിക്കുകൾ മാത്രമുണ്ടായിരുന്ന 3-4 പേരെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയം ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് പുരയിലാണ് ഇപ്പോൾ 15 കിലോ വേണ്ട 1000-ലധികം കിലോ സൂക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ പരിശോധനകൾ ഉണ്ടാവാതിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു അലംഭാവം ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായെന്ന് കരുതുന്നു. അതിനി നമ്മുടെ ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ജുഡീഷ്യൽ അന്വേഷണമായതുകൊണ്ട് അതിന് തീയതി അഭിപ്രായം പറയുന്നത് ശരിയല്ല. ആ അന്വേഷണം നടന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയും. ഈ വെടിക്കെട്ടുകൾ ഒഴിവാക്കണം. ഇപ്പോൾ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പള്ളിപ്പെരുന്നാളുകളാണ്, ഉത്സവങ്ങളാണ്, ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകളൊക്കെ ഒഴിവാക്കണം എന്നൊരു ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇന്നലെ തന്നെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഞങ്ങൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇന്നലത്തെ തീരുമാനങ്ങൾ നിങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വർഷത്തെ വെടിക്കെട്ട് തന്നെ പൂർണ്ണമായി ഒഴിവാക്കി. അതേപോലെ തന്നെ അവിടുത്തെ ആഘോഷങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതിൽ കുടമാറ്റാണ് രണ്ടാമത്തെ ആഘോഷം. അത് സിംബോളിക്കായിട്ട് മാത്രം 15 മിനിറ്റ് നേരം മാത്രം നടന്നതിന് വേണ്ടിയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വളരെ പ്രകടമാണ് ഈ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ തുടരുന്നത് ശരിയല്ല എന്നുള്ള പൊതു നിഗമനത്തിൽ എല്ലാവരും യോജിച്ചാണ് ഞങ്ങൾ ഇന്ന് തീരുമാനമെടുത്തത്. പിന്നെ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകളുടെ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഒരു ചർച്ച തുടങ്ങണമെന്നുള്ള നിർദ്ദേശം ഇന്നലെ അവസാനം ഞാൻ മുന്നോട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, വിദേശ നാടുകളിലിപ്പോൾ വെടിക്കെട്ടുകൾ നടത്തുന്ന വളരെ വർണ്ണാഭമായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ഒളിമ്പിക്സിനൊക്കെ നല്ല രൂപത്തിലുള്ള വർണ്ണപ്രകടനങ്ങൾ. അപ്പോൾ വളരെ പ്രകാശപൂരിതമായ വർണ്ണാഭമായ വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും. വലിയ രൂപത്തിലുള്ള ശബ്ദം ഉണ്ടാവില്ല, അത് അപകടം ഉണ്ടാക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു രൂപം നമുക്കും ഈ നമ്മുടെ നാടുകളിൽ സ്വായത്തമാക്കുന്ന രൂപത്തിലേക്ക് ഭാവിയിൽ ആലോചിച്ചുകൂടെ എന്ന നിർദ്ദേശം പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിനോട് യോജിക്കാവുന്നതാണ്. നിശ്ചയമായും ഭാവിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ, നമുക്ക് സ്ഫോടനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വലിയ കാഠിന്യങ്ങളുള്ള വലിയ ശബ്ദത്തോടു കൂടി പൊട്ടുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയും ഒപ്പം നല്ല പ്രകാശപൂർണമായ വർണ്ണാഭമായ വെടിക്കെട്ടുകൾ ചെറിയ ശബ്ദത്തിൽ വരുന്നത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് ഭാവിയിൽ നമുക്ക് ആലോചിക്കുക എന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് നിശ്ചയവും പ്രൊമോട്ട് ചെയ്യും.